മാസാമാസം ശമ്പളം വാങ്ങിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും ഒരു സാലറി അക്കൗണ്ട് ഉണ്ടായിരിക്കും. എന്നാൽ ചിലർ അവരുടെ സേവിങ്സ് അക്കൗണ്ട് തന്നെയായിരിക്കും സാലറി അക്കൗണ്ട് ആയിട്ടും യൂസ് ചെയ്യുന്നത്. കമ്പനികൾ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം വെക്കാത്തടത്തോളം നമ്മൾ തന്നെയാണ് സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ചിലപ്പോൾ അത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് തന്നെ ആയിരിക്കും. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എന്തിനാണ് വെറുതെ 2 ബാങ്ക് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി. കാരണം 2 അക്കൗണ്ടുകളും 2 വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാലറി അക്കൗണ്ട് സെപ്പറേറ്റ് ആയി തന്നെ എടുക്കണം. മിക്കവാറും കമ്പനികൾ അവരുടെ എംപ്ലോയീസിന്റെ സാലറി കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെ അല്ലാത്തിടത്തോളം ഇത് രണ്ടും രണ്ടായി തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും വ്യത്യസ്തമായി സാലറി അക്കൗണ്ടിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, അതുപോലെ ഒരു സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. എന്തൊക്കെയാണ് ഒരു സാലറി അക്കൗണ്ടിന്റെ ബെനിഫിറ്റ്സ്? മിക്ക സാലറി അക്കൗണ്ടുകളും 0 ബാലൻസ്ഡ് അക്കൗണ്ടുകളായിരിക്കും. അതായത് ഇവയിൽ ഒന്നിലും ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അടുത്തതായി ചെക്ക് ബുക്കും ATM കാർഡും ഈ അക്കൗണ്ടുകളിൽ ഫ്രീ ആയിട്ട് ലഭിക്കും. അതുകൂടാതെ പരിധിയില്ലാത്ത ATM ട്രാൻസാക്ഷൻസും സാധ്യമാണ്. ചില സാലറി അക്കൗണ്ടുകൾ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജുകളും തരാറുണ്ട്. അതുപോലെ അതേ ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ഇളവുകൾ ഇത്തരം സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സിന് കിട്ടാറുണ്ട്. ഇത് കൂടാതെ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ലോക്കർ ഫെസിലിറ്റി ഉപയോഗിക്കാം. പിന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റികളും ഈ അക്കൗണ്ട് ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് റേറ്റുകളോ എമൗണ്ടുകളോ ആയിരിക്കില്ല. ഓരോ ബാങ്കിലും അവരുടേതായ വ്യത്യാസങ്ങൾ കാണാം. നമ്മൾ എവിടെയാണ് സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ആ ബാങ്കിന്റെ ഇത്തരം ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. വ്യത്യസ്തമായ രീതിയിലുള്ള സാലറി അക്കൗണ്ടുകൾ ഇന്ന് നിലവിലുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു ടൈപ്പ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന് മറ്റൊരു സാലറി അക്കൗണ്ട്, 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മറ്റൊരു പ്രത്യേക വിഭാഗം, 50,000 രൂപയ്ക്ക് മുകളിൽ സാലറി വാങ്ങിക്കുന്നവർക്കുള്ള പ്രീമിയം സാലറി അക്കൗണ്ടുകൾ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൃത്യമായി 3 മാസം അടുപ്പിച്ച് സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊരു റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നോർമൽ ഒരു സേവിങ്സ് അക്കൗണ്ടിന് വരുന്നത് പോലെ തന്നെ മിനിമം ബാലൻസ് ചാർജുകളും മറ്റു കാര്യങ്ങളും ഇവിടെയും ആപ്ലിക്കബിൾ ആകും. ഇനി സാലറി അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, സാലറി അക്കൗണ്ട് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏത് ബാങ്കിലാണ് സാലറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ. ഭാവിയിലോട്ടുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, സാലറി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ബാങ്ക് നിങ്ങൾക്ക് തരുന്ന അധിക ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചാർജസ് ഉണ്ടെങ്കിൽ അതും തിരിച്ചറിയുക. കൃത്യമായി ഏതൊക്കെ രീതിയിൽ സാലറി അക്കൗണ്ട് ഉള്ള ബാങ്കിന്റെ കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നതും മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫിനാൻസ്, കൊമേഴ്സ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എൻട്രി കൊമേഴ്സിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.